നമസ്കാരം. കശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വ്യക്തമാക്കിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. 2019 ഓഗസ്റ്റ് 5 ചിന്തയിൽ നിന്ന് ഇന്ത്യ പുറത്തുവരണം, ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റണം, ഇരു രാജ്യങ്ങളും സൗഹൃദം ആരംഭിക്കുകയും വേണമെന്ന് ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. 1999 ലാഹോർ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏകമാർഗം ചർച്ചയാണെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ പലതവണ കശ്മീർ വിഷയം ഉന്നയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിനു പിന്നാലെ ഇന്ത്യക്കെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ കണ്ടത്. ഒറ്റയ്ക്ക് പൊരുതാൻ ശക്തിയില്ലാത്ത പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയെ കൂട്ടുപിടിച്ചാണ് ഓരോ പദ്ധതികളും മെനയുന്നത്. അതൊക്കെ വാർത്തകളിലൂടെ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കശ്മീർ വിഷയത്തിൽ വീണ്ടും ഇടപെട്ട തുർക്കി പ്രസിഡന്റിന് ട്രോളുകളുടെ പൂരപ്പാട്ടാണ്. പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ എൽഗോദർ വീണ്ടും കശ്മീർ പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയിലൂടെയാണ് കശ്മീർ പ്രശ്നം പരിഹരിക്കേണ്ടതെന്നാണ് തുർക്കി പ്രസിഡന്റ് പാകിസ്ഥാനിൽ വെച്ച് അഭിപ്രായപ്പെട്ടത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനാണ് തുർക്കി പ്രസിഡന്റ് പാകിസ്ഥാനിൽ എത്തിയത്. തുർക്കി പ്രസിഡന്റ് എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ കശ്മീർ വിഷയം ഉന്നയിക്കാറുണ്ട്. കശ്മീരി ജനതയുടെ പ്രതീക്ഷകൾ കണക്കിലെടുത്ത് ഐക്യരാഷ്ട്രസഭ പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭാഷണത്തിലൂടെ കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് തുർക്കി ശക്തമായ പിന്തുണ നൽകുന്നത് തുടരുമെന്നും പാക് സന്ദർശനത്തിൽ എൻഗോദർ ഷഹബാസ് ഷെരീഫിനു അറിയിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾക്കും പ്രതിനിധി സംഘ ചർച്ചകൾക്കും ശേഷമാണ് എർഗോദർ കശ്മീരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയത്. എർദോഗന്റെ പാക് സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ 24 കരാറുകളിലും ഒരു ധാരണാപത്രത്തിലും ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുമെന്നും എർഗോദർ പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തു. 2023 സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് തുർക്കി. പാകിസ്ഥാന്റെ മൊത്തം ആയുധ ഇറക്കുമതിയുടെ 11% തുർക്കിയിൽ നിന്നുമാണ്. തുർക്കി പ്രസിഡന്റിന്റെ ഈ സന്ദർശന വേളയിൽ തുർക്കിയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനമായ കിയാൻ വാങ്ങാൻ എൻഗോദർ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുർക്കി പ്രസിഡന്റിന്റെ രണ്ടാമത്തെ വീടാണ് പാകിസ്ഥാൻ എന്നും 5 വർഷത്തിനു ശേഷം അദ്ദേഹം വീണ്ടും ഇവിടെ വന്നത് അതിശക്തികരമാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അഭിപ്രായപ്പെട്ടു. ഭൂകമ്പത്തിലും വെള്ളപ്പൊക്കത്തിലും പാകിസ്ഥാനോടൊപ്പം നിന്നതിന് അദ്ദേഹം തുർക്കിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. $5 ബില്യൺ വ്യാപാരം, തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ വ്യാപാരം, ഊർജം, സംസ്കാരം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം എന്നിവ ലക്ഷ്യമിട്ടാണ് എർദോഗന്റെ പാകിസ്ഥാൻ സന്ദർശനം. അതേസമയം തുർക്കി പ്രസിഡന്റ് പാകിസ്ഥാനുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വെറുതെ ഭാരതത്തിന്റെ ചൊറിഞ്ഞ് പണി ഇരന്ന് വാങ്ങരുതെന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകളും അഭിപ്രായങ്ങളും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.